ഹലോ ഗൈസ്, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ നാണയ ചരിത്രത്തിൽ സാധാരണക്കാരുടെ നിത്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ രണ്ട് പഴയകാല ഒരു രൂപ നാണയങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് അവയുടെ വലിപ്പത്തിലും ലോഹത്തിലും തൂക്കത്തിലും വന്ന മാറ്റങ്ങളും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള ഈ നാണയങ്ങളുടെ സവിശേഷതകളും ഇന്നത്തെ കൃത്യമായ വിപണി മൂല്യവും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു രൂപ നാണയം. ഭാരത സർക്കാർ 1989 പുറത്തിറക്കിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു രൂപ നാണയം അതിന്റെ സവിശേഷമായ രൂപകൽപ്പനയാൽ ഏറെ ശ്രദ്ധേയമാണ്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന പ്രത്യേക ലോഹക്കൂട്ടിൽ നിർമ്മിച്ച ഈ നാണയത്തിന് കൃത്യമായി 4.85 ഗ്രാം ഭാരവും 26 മില്ലിമീറ്റർ വ്യാസവുമുണ്ട്. നാണയത്തിന്റെ മുൻവശത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായ അശോക സ്തംഭവും അതിന് തൊട്ടു താഴെയായി സത്യമേവ ജയതേ എന്ന ആപ്തവാക്യവും വളരെ വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. അശോക സ്തംഭത്തിന് ഇരുവശങ്ങളിലുമായി ഹിന്ദിയിൽ ഭാരത് എന്നും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നാണയത്തിന്റെ പിൻഭാഗം പരിശോധിച്ചാൽ ഇന്ത്യയുടെ കാർഷിക പാരമ്പര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി 2 ഗോതമ്പ് കതിരുകൾക്ക് നടുവിലായി 1 എന്ന അക്കം വളരെ വലുതായി നൽകിയിട്ടുണ്ട്. ഈ അക്കത്തിന് മുകളിലായി ഹിന്ദിയിൽ രൂപയ എന്നും താഴെയായി ഇംഗ്ലീഷിൽ റുപ്പി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. നാണയത്തിന്റെ ഏറ്റവും താഴെയായി ഇത് നിർമ്മിക്കപ്പെട്ട വർഷമായ 1989 എന്ന് കൃത്യമായി പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ തോതിൽ അച്ചടിക്കപ്പെട്ട നാണയമാണ് ഇത് എന്നതിനാൽ തന്നെ അക്കാലത്ത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഒരുപോലെ വിനിമയത്തിന് ലഭ്യമായിരുന്നു. ഉറപ്പുള്ള ലോഹത്തിൽ നിർമ്മിച്ചതിനാലും ലളിതവും എന്നാൽ മനോഹരവുമായ രൂപകൽപ്പനയായതിനാലും ഈ നാണയം ദീർഘകാലം തേയ്മാനം സംഭവിക്കാതെ നിലനിൽക്കുന്നു. 80കളുടെ അവസാനം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി വിനിമയം ചെയ്യപ്പെട്ടിരുന്ന ഈ നാണയം അതിന്റെ കൃത്യമായ അളവുകൾ കൊണ്ടും അക്ഷരങ്ങളുടെയും ചിത്രങ്ങളുടെയും ക്രമീകരണം കൊണ്ടും ഇന്നും തിരിച്ചറിയപ്പെടുന്നു. ഒരു രൂപ നാണയം. ഭാരത സർക്കാർ 1976 പുറത്തിറക്കിയ ഈ ഒരു രൂപ നാണയം കോപ്പർ നിക്കൽ ലോഹക്കൂട്ടിൽ നിർമ്മിച്ചതാണ്. ഏകദേശം 8 ഗ്രാം ഭാരവും 28 മില്ലിമീറ്റർ വ്യാസവുമുള്ള ഈ നാണയം സ്റ്റീൽ നാണയങ്ങളെ അപേക്ഷിച്ച് വലിപ്പമേറിയതും ഭാരമുള്ളതുമാണ്. നാണയത്തിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭവും അതിന് ഇരുവശങ്ങളിലുമായി ഹിന്ദിയിൽ ഭാരത് എന്നും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തംഭത്തിന് താഴെയായി ധർമ്മചക്രവും കാണാം. നാണയത്തിന്റെ മറ്റൊരു വശത്ത് ഇന്ത്യയുടെ കാർഷിക പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ട് 2 വലിയ ധാന്യക്കതിരുകൾക്ക് നടുവിലായി 1 എന്ന അക്കം വലുതായി നൽകിയിരിക്കുന്നു. ഇതിന് താഴെയായി ഇത് നിർമ്മിക്കപ്പെട്ട വർഷമായ 1976 എന്ന് കൃത്യമായി പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ തോതിൽ അച്ചടിക്കപ്പെട്ട നാണയമാണ് ഇത് എന്നതിനാൽ തന്നെ അക്കാലത്ത് വിനിമയത്തിനായി ഈ നാണയം ധാരാളമായി ഇറക്കിയിരുന്നു. ഈ നാണയത്തിന്റെ ഇന്നത്തെ മൂല്യം പരിശോധിച്ചാൽ സാധാരണ ഉപയോഗത്തിലുള്ള നാണയങ്ങൾക്ക് വിപണിയിൽ ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ അവസ്ഥയിലുള്ള അഥവാ UNC കണ്ടീഷനിലുള്ള നാണയമാണെങ്കിൽ ശേഖരിക്കുന്നവർക്കിടയിൽ ഇതിന് 50 രൂപ മുതൽ 100 രൂപ വരെ മൂല്യം ലഭിക്കാറുണ്ട്. കാലക്രമേണ കനമേറിയ ഇത്തരം നാണയങ്ങൾ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും പഴയകാല നാണയശേഖരങ്ങളിൽ പ്രധാനിയായി ഈ ഒരു രൂപ നാണയം ഇന്നും നിലകൊള്ളുന്നു. ലളിതമായ രൂപകൽപ്പനയും അക്ഷരങ്ങളുടെ വ്യക്തതയും ഈ നാണയത്തെ ഇന്നും വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. 1976 കോപ്പർ നിക്കൽ നാണയത്തിന് സാധാരണ നിലയിൽ 5 മുതൽ 15 രൂപ വരെയും UNC കണ്ടീഷനിൽ 100 രൂപ വരെയുമാണ് മൂല്യം. എന്നാൽ 1989 സ്റ്റീൽ നാണയത്തിന് സാധാരണ വിലയേക്കാൾ UNC കണ്ടീഷനിൽ 30 രൂപ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. വലിയ വില ലഭിക്കുമെന്ന വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതെ നാണയങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശേഖരം സൂക്ഷിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.